ഫൗണ്ടേഷൻ, ഇത് ഫൗണ്ടേഷൻ, ഇത് ഫൗണ്ടേഷൻ. ഓക്കെ, പിന്നെ ഇത് പ്രൈമർ, ഇത് കോമ്പാക്ട്, ഇത് ഐഷാഡോ പാലറ്റ്, ഇത് ഐഷാഡോ പാലറ്റ്, ഇതെല്ലാം ബ്ലഷ്. പിന്നെ ഇതിൽ കൺമഷീൻ്റെ ലിപ് ലൈനർ ഉണ്ട്, ഇത് 2 മസ്കാരകൾ, ഇതൊക്കെ ലിപ്സ്റ്റിക്ക്, ഇത് 3 കൺസീലേഴ്സ്. കൺസീലർ നമ്മൾ ഈ കണ്ടിട്ട് ഇങ്ങനത്തെ സെയിം കോമ്പാക്റ്റോ, അത് നമ്മൾ പൗഡറിന് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നത്. അപ്പോ സിമ്പിൾ മേക്കപ്പ് ആണോ അതോ എന്തെങ്കിലും സ്പെഷ്യൽ കുട്ടിക്കൂറാണ് തരൂ? ഇതില് 5 പൈസന്റെ ഇവരില്ല മനസ്സിലായി. വെൽക്കം പറയണ്ടേ? സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിന് മുന്നേ ക്യാമറ ഓൺ ആണോ നോക്കട്ടെ. ക്യാമറ ഓൺ ആണ്. ഹസ്ബൻഡ് ഡസ് മൈ മേക്കപ്പ്. ഫ്രഷ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞങ്ങൾക്ക്. കാരണം എനിക്ക് തോന്നുന്നു 4 വർഷം മുന്നൊക്കെ ട്രെൻഡ് പോയ പരിപാടിയാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലും ഉണ്ടായില്ല, ഹസ്ബൻഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് യൂട്യൂബ് ചാനലും ഉണ്ടായത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലേ? ഈ ഭാര്യമാർ ഇത്രയും സമയം എടുത്ത് മണിക്കൂറുകൾ എടുത്ത് മേക്കപ്പ് ചെയ്യണത് വളരെ ലളിതമായിട്ട് വളരെ ഭംഗിയോടെ വൃത്തിയോടെ എങ്ങനെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. ആയിക്കോട്ടെ, കാക്കുന്ന സത്യത്തിൽ ഇതിനെ പറ്റി യാതൊരു വിവരവും കേട്ടോ. മേക്കപ്പ് എന്താ, മേക്കപ്പ് ഒരു പരിപാടി ഉള്ളത് തന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം കാക്കു പറയണത്. ഗുരുദക്ഷിണ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാക്കിനെ കുറിച്ച് ലിബാം ഇട്ടെടുക്കാം. നമുക്ക് ഇവിടെ തണുപ്പായതുകൊണ്ട് ചുണ്ടൊക്കെ പൊട്ടിയിരിക്കാണ്. അപ്പോൾ ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കുട്ടിക്കൂറാണ് തരൂ? കുട്ടിക്കൂറല്ല, പൗഡറൊന്നുമില്ലേ? പൗഡറോ തുടങ്ങി. കാക്കു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്യണ കാക്കു കണ്ടിട്ടില്ലേ? അത്തള വിത്ര തവളാച്ചിന്നൊക്കെ കാക്കു ഒന്ന് ചെയ്യണ മേക്കപ്പ് ഇട്ടിട്ടാണോ ഞാനിന്ന് പുറത്തു പോകും. അത് എങ്ങനെയാണെങ്കിലും ഞാൻ അങ്ങനെ പുറത്തു പോകും എന്നൊക്കെ പറയുന്നതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ പോകുന്നത്. അപ്പോ നമ്മള് തുടങ്ങുകയാണ് പരിപാടികള്. നമുക്ക് ഒന്നാമത് ഇതിനെ കുറിച്ച് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. പിന്നെ ചെയ്യാൻ പറഞ്ഞ ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിലിപ്പോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ആകെ അതിനെ പൗഡർ അതുപോലെ കാണാനില്ല. അപ്പൊ നമുക്ക് പിന്നെ അറിയുന്നത് ഞാൻ ലിപ്സ്റ്റിക് ആണ്. അത് വെച്ച് തുടങ്ങാം. സ്റ്റാർട്ടിങ്ങിന് ലിപ്സ്റ്റിക് ഞാൻ ജസ്റ്റ് എനിക്കൊന്ന് പരിചയപ്പെടുത്തട്ടെ ഞാന്. പിന്നെ ഈ സാധനം വെച്ച് തുടങ്ങാം. ഇതെപ്പോഴും എടുത്ത് ഫസ്റ്റ് ഇടുന്നതാണ് ഫൗണ്ടേഷൻ. അത് എന്റെ ഷെയ്ഡ് അത് കറക്റ്റല്ല. ഇതും അതൊക്കെ മിക്സ് ചെയ്യണം, എന്നാലും എന്റെ ഷെയ്ഡ്. ഇത് മിക്സും ചെയ്യണോ? അല്ലെങ്കിൽ ഇത് മാത്രം ഇട്ടാ മതി കാക്കു. കുറച്ച് ഞാൻ കാക്കുനെ ഹെൽപ്പ് ചെയ്യട്ടോ, കാരണം എന്റെ മുഖമാണല്ലോ, അതുകൊണ്ട്. ഗൈസ്, ഇത് നടപടിയാന്ന് തോന്നില്ല കാക്കു. ഇത് വേണ്ട നമുക്ക്. അതിന് പകരം ഞാൻ കാക്കുന് വേറെ അത് ഹൈലൈറ്റർ ആണ്. ഇതിട്ടോ അത് വിരലോണ്ട് ഫേസിലാക്കിയിട്ട് അതിന് ശേഷം ഇതുകൊണ്ട് കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച് മതി കാക്കു. സിമ്പിൾ ആയിട്ടുള്ള അത് വേസ്റ്റ് ഒന്നും ആവാൻ പാടില്ല. മൊത്തം അതിനുള്ളിൽ തന്നെ ഇട്ട് തീർക്കണം. നീ ഉദ്ദേശിച്ചിട്ട് ബ്ലൈൻഡ് ചെയ്തോ. അത് ഇതിലൊക്കെ ആക്കിക്കോ. കഴുത്തിലൊന്നും ഇടണ്ട. നിങ്ങളിടുമ്പോ കഴുത്തിലൊക്കെ ഇട്ടോളൂ കേട്ടോ. ഞാൻ ഷോൾ ഇടുന്നുണ്ടാണ്. അപ്പോ സിമ്പിൾ മേക്കപ്പ് ആണോ അതോ എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷൻ? സിമ്പിൾ മേക്കപ്പ്. ഓക്കെ. അപ്പൊ നമ്മള് ഫൗണ്ടേഷൻ ചെയ്തു ഗൈസ്. അപ്പൊ ഇനി നമ്മള് ചെയ്യേണ്ടത് എന്താ കഴിഞ്ഞാല്, പിന്നെ നമ്മള് ഇനി മുഖത്തിനാണ് കാര്യമായിട്ട് നമ്മള് പരിപാടി. ഐഷാഡോ ഒക്കെ ഇടുന്നത് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലേ കാക്കുവിന്? ഇതെന്താ സാധനം? അതൊക്കെ ഐഷാഡോ പാലറ്റ് ആണ്. കണ്ണിന്റെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്തിടല്. എന്തായാലും കാക്കുവിന്റെ എല്ലാം തെറ്റി. ഇനി ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം കാക്കു ഇതിടും, കോമ്പാക്ട് ഇടും. പ്രൈമർ ഒന്നും യൂസ് ചെയ്യണ്ടോ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ സ്കിപ്പ് ചെയ്തു. ഇതുകൊണ്ടല്ല കോമ്പാക്ട് ഇടാം. കുറച്ച് മതി കേട്ടോ. ഭയങ്കര അതൊന്നും ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ച് മതി കേട്ടോ.
ഓക്കെ. എനിക്ക് മിക്കവാറും പോസിറ്റീവ് ഉണ്ടാവും. അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഇനി എന്താ ഇനി കൺസീലർ കൺസീലർ. ഞാൻ കാക്കുനെ ഹെൽപ്പ് ചെയ്ത് കാക്കുന് ഇതില് 5 പൈസന്റെ വിവരമില്ല നമുക്ക് മനസ്സിലായി. കൺസീലർ എന്തിനാ ഇടുന്നത്? എന്തിനാണ്? കണ്ണിന്റെ താഴെ കാക്കു അല്ലാണ്ട് ബ്ലഷ് ഇടുന്നോടത്തല്ല. ഇതൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒന്നും അല്ല കേട്ടോ. കഴിഞ്ഞിട്ടാ കോമ്പാക്ട് ഇടുന്നത്. മതി കാക്കു. ഓക്കേ. അപ്പൊ അത് കഴിഞ്ഞു. ഇതിന് ബ്ലെൻഡ് ചെയ്യണമെന്നില്ലേ? ബ്ലെൻഡ് ഉണ്ട്. ഇത് വെച്ചിട്ട് ഇത് ചിത്രം വരച്ച പോയിക്കണ്. കാക്കൊന്നും ഇതിൽ ഇത്രയും വിവരല്ലേ ഞാൻ വീഡിയോ എടുക്കൂലേ. ഇവിടെയൊക്കെ എന്തോ തേച്ച പോലെ തോന്നിയില്ലല്ലോ. ഒക്കെ ബ്ലെൻഡ് ചെയ്യും. ഓക്കേ. അടുത്ത ഇനി ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ കഴിഞ്ഞു, കൺസീലർ കഴിഞ്ഞു, അതിന്റെ ഇടയിൽ ഒരു കോമ്പാക്ട് കഴിഞ്ഞു. ഇനി ബ്ലഷ് ഇട്ടോ. ഇതാ 1 2 3 4 ബ്ലഷ് ഉണ്ട്. ഏത് ബ്ലഷാ നന്നാവും അതിട്ടോ. കാക്കുന് ഇഷ്ടമുള്ള ബ്ലഷ് ഇടാം. ദിസ് ഈസ് ദ ബ്രഷ്. ഓക്കേ. ഇതാട്ടല്ലേ? യെസ്. കുറച്ച് മതിട്ടോ. അവസാനം പുഷ്പലത ചേച്ചിന്റെ മാതിരി അവരുടെ കുറച്ച് അതൊന്നും ഇങ്ങനെ ഡാബ് ചെയ്തല്ലോ. അപ്പൊ കുറച്ച് പോയിക്കോളും. ആ കണ്ടോ, ഇതൊക്കെ എക്സ്ട്രാ പ്രൊഡക്റ്റ് ആണ്. കാക്കോ അത് പൗഡർ അല്ല, ബ്ലഷ് ഇവിടെ ഇടാ. അതിന്റെ ഐഡിയ ഇട്ടിട്ട് ഞാൻ ചെയ്തരാ. ഇത് നന്നാവണമെങ്കിൽ എന്നും കാക്കോ നിന്റെ മേക്കപ്പ് ഫുൾ നന്നാവൂലെന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്ക് ബ്ലഷ് ചെയ്തിട്ടോ. ഇനി ആവശ്യത്തിനായി നമ്മള് കാര്യമായിട്ട് കൂടുതലൊന്നും ചെയ്യണ്ട. ഇനി ഹൈലൈറ്റർ ഇട്ടോ. ഞാൻ വീണ്ടും പറയണത് മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ല കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്തരാം. എൻ്റെ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റും മെബെല്ലിൻ്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. വാങ്ങി വരുമ്പോൾ അത് അതാവും. ഇതല്ല അതിൻ്റെ ബ്രഷ്. അല്ലെങ്കിൽ കയ്യൊന്നും ഹൈലൈറ്റർ എന്തിനാണ് ഇടണമെന്ന് അറിയോ? ഇതൊക്കെ പാടെ മുഖത്ത് വാരി വെച്ചിരുന്നത് അതെനിക്ക് മനസ്സിലാവും. ഫോട്ടോ എടുക്കുമ്പോൾ ഇവിടെ നല്ല തിളക്കം കിട്ടും. ബ്ലഷ് ഇടുന്നോട് തന്നെ ഹൈലൈറ്റർ ഒക്കെ ഇവിടെ ഇടാ. കുറച്ച് ഇവിടെ കുറച്ച് ഇവിടെ കേട്ടോ. കുറച്ച് കൂടട്ടെ. അടുത്ത തവണ കാക്കു എല്ലാവരും കുറച്ചുകൂടി പഠിച്ച് ചെയ്യണുണ്ടോ? പ്രൊഫഷണൽ പഠിച്ചാണ്. ഹൈലൈറ്റർ മാത്രം ഇടൂല. ഇത് ഇവിടെ കൊറേ ഹൈലൈറ്റർ ഇടണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇതിലോട്ട് കിടക്കാം. ലിപ്സ്റ്റിക് ആയിട്ടില്ല, ഐ മേക്കപ്പ് ചെയ്യണം. ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടാം. ഐ മേക്കപ്പ് ചെയ്യല്ലേ? അതൊക്കെ ലിപ്സ്റ്റിക് ആണ്. ഇതൊക്കെ ലിപ്സ്റ്റിക് ആണ്. ഐ മേക്കപ്പ് ഐ മേക്കപ്പ് കാക്കൂന ഇതാണ്. ഇത് 2 ഐ ഷാഡോ പാലറ്റ്. നമുക്ക് 2 ഐ ഷാഡോ പാലറ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ ഏതാ വേണ്ട വെച്ചാൽ അതെടുത്തു. പക്ഷെ 2 ഒരേ ഷെയ്ഡാണ്. ബ്രഷ് നമ്മൾ ചെയ്യുമ്പോൾ ഡ്രസ്സിന്റെ കളറ് അതുപോലെ നമ്മൾ ചെയ്ത മേക്കപ്പ് അതിന് കോമ്പിനേഷനിൽ അതെ. എന്നിട്ട് അതന്നെയാണ് ഈ ലങ്കി വിളങ്ങണ ഷെയ്ഡ് ഇടുന്നത്. ഫസ്റ്റ് കാണിച്ചു കൊടുക്കുക ഏതാ ഷെയ്ഡ്. ഇതാട്ടോ ഇടുന്നത്. എന്റെ ഡ്രസ്സിന് മാച്ചായ ഷെയ്ഡ്. ഡ്രസ്സിന് നല്ല മാച്ചാ. ഓക്കെ ഇവിടെ ഇവിടെ ഓക്കെ.
കണ്ണടക്ക്. ഓക്കെ, സൂപ്പറായി. ഇനി കൺമഷിയുടെ എവിടെ കൺമഷി? അയ്യോ എൻ്റെ കൺമഷി നമ്മൾ എടുത്തിട്ടില്ല. കൺമഷി എടുത്തിട്ടില്ല. ലൈലിനർ എടുക്കണം. ഐലിനർ വരക്കാൻ അറിയോ? അത് കുത്തനെ പിടിച്ചിക്കാണ്ട് കളയല്ലേ. പിന്നെ അളക്കരുതട്ടോ. ഇതിങ്ങനെ ഇതില് വരയുന്നതാ. മസ്കാര ഇതാണ് കാക്കോ. ഇതിലെങ്ങനെ ഒരു വര ഇങ്ങനെ വരക്കില്ലേ അതിന്റെ മേലെ കൂടെ? അതെ, ഇതും ഇപ്പറം അളക്കല്ലോ. പിന്നെ താഴെ ഇടുണ്ടോ? താഴുണ്ട്. ഇതല്ലേ ലിപ് ലൈനർ? പക്ഷെ ഇതിന് ഷാർപ്പ് തീരെ എന്റെ കണ്ണ്. അല്ലല്ല, അതാ കണ്ണ്. ഇതിന് ഷാർപ്പില്ല. കാക്കുന്റെ കണ്ണ് കുത്തും. അത് വേണ്ട, നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതിന് മാത്രല്ല ടാലന്റ് കാക്കുന്നില്ല. ഓക്കെ, കാക്കുന് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാട്ടോ. ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് ഇടതാണ്. സ്കില്ലുണ്ടെങ്കിൽ മാത്രം പടച്ചോനെ. അവസാനം മറ്റേ ദിഗംബരനാക്കരുത് കാക്കോ. അതിൽ കൂടെ ലൈൻ ചെയ്യുന്നതാണ്. കണ്ണുകുത്തല്ലോ. ഗുഡ്. കുറച്ചുകൂടെ വേണം. ഇനി മസ്കാര ഇടും. കാക്കു കുറെ നേരം എല്ലാം കൊണ്ട് മസ്കാര ഉണ്ട്. അപ്പൊ കാക്കുന് ഇത് വേണോ ഇത് വേണോ? ഇത് മതി. ഇത് വേണ്ടെന്നാ. അത് വാട്ടർ പ്രൂഫ്. എനിക്ക് വയ്യ ചെറിയ കളയാൻ. നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ കേൾക്കാൻ പോലെ പെട്ടതൊക്കെ മുക്കണ്ടേ? ഞാൻ മുക്കിക്കണ്. പിന്നെ ഞാൻ അവിടെ അത് വെച്ചോ, അത് പോകുന്നില്ല. ടച്ചിങ് കൊടുത്താൽ മതി. കഴിഞ്ഞാലേ തലപ്പത്തിങ്ങനെ നിൽക്കും. ഓക്കെ, കാക്കു പറ. ഞാൻ കണ്ടിട്ടില്ലല്ലോ ഒന്നും. എന്റെ കയ്യുമ്പലൊക്കെ നല്ല സ്മെല്ലുണ്ടല്ലേ. നീ ഇതിട്ടാലോ? ലിപ്സ്റ്റിക് ഇട്ടാലോ? കഴിഞ്ഞു. അതിന് മുന്നേ മാർക്ക് ചെയ്യണല്ലോ അല്ലേ? കൺമഷീൻ കൊണ്ടാ മാർക്ക് ചെയ്യണത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ്. തിരി ജസ്റ്റ് ഒരു ലൈൻ കൊടുത്താൽ മതിയല്ലോ. ഞാൻ ഓൾറെഡി ലിപ് ബാമും മോയ്സ്ചറൈസറും ഇട്ടിന് കേട്ടോ ആദ്യം തന്നെ. ഓക്കെ, ഇതിന് പറ്റിയ ലിപ് ഷെയ്ഡ് കണ്ടെത്തണം. അതാണ് മെയിൻ ടാസ്ക്. I have this much lipsticks. അതൊന്നും വേണ്ട, ഭയങ്കര ഡാർക്കാണ്. അതിൽ ലിപ്സ്റ്റിക് ഉണ്ടോ തന്നെ? ഇല്ല. ഏതാ ഷെയ്ഡ് ഒക്കെ? ഇതിലുണ്ടോ?
സിമ്പിൾ മേക്കപ്പ് ആയതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. മതി. എന്താ ഓക്കെ ഓക്കെ യെസ് കഴിഞ്ഞോ? തീരണോ പുതിയത് വാങ്ങി തരുന്നുണ്ട് കേട്ടോ കാക്കു. മേടിച്ചതാ. പിന്നെ അത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? സാധനം പിന്നെ സെറ്റ് ചെയ്യണം. അത് സെറ്റിംഗ് സ്പ്രേ നമ്മൾ ഉപയോഗിക്കില്ല, കാരണം നമ്മൾ അത് ഇപ്പൊ തന്നെ കഴുകി കളയണം മേക്കപ്പ് അല്ലേ. ഇപ്പൊ കൈ കളയാനാ പെട്ടത്. കാക്കുവിന്റെ ടാലന്റ് ഞാൻ മനസ്സിലാക്കാൻ നോക്കട്ടെ. ഇത് നല്ലതാണെങ്കിൽ പുറത്തു പോകാൻ പറ്റണതാണെങ്കിൽ നമ്മൾ ഞാൻ നോക്കട്ടെ, കണ്ണാടിയിൽ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. സൂപ്പറായില്ലേ? ഇതെന്താ ഇവിടെ? അതെന്താ അളക്കിട്ടാണ് ഞാൻ അങ്ങോട്ട് അളക്കിയത്. ഇവിടെ ലേസം ഞാൻ ടിഷ്യൂ എടുത്തിട്ട് ഇതാക്കി തരാം. വളരെ സ്കിൻ ടോൺ മേക്കപ്പ്, വളരെ സ്കിൻ ടോൺ മേക്കപ്പാണ് കാക്കു ചെയ്തത്. എനിക്കറിയില്ലേനു. ഞാൻ വിചാരിച്ചത്ര വൃത്തിയേടായിട്ടില്ല. കണ്ണ് മസ്കാര ഇട്ടതൊക്കെ നന്നായിക്കോളും. കണ്ണ് അടിയിൽ എഴുതിയതൊക്കെ കുഴപ്പമില്ല. ഇതിലേറെ അലമ്പാവുന്ന വിചാരിച്ചു. അയ്യോ, സെറ്റി സ്പ്രേയുടെ ഒരു കുറവും കൂടി ഉള്ളു. എവിടെ ബ്ലഷ് ഒക്കെ ഇട്ടിക്കണത്? ഇവിടെ ഞാനൊന്ന് ഉള്ളിയ പോലെ ഉണ്ടല്ലോ ഇവിടെ. മിനിമൽ മേക്കപ്പ് എന്ന് പറഞ്ഞപ്പോ ഇത്ര മിനിമൽ ആവുന്ന ഞാൻ വിചാരിച്ചില്ല. നമുക്കിനി ക്യാമറ തിരിക്കാം, എന്നതിനാലേ എനിക്ക് ഇതിൽ നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. സോ ഗൈസ്, ദിസ് ഇസ് മൈ മേക്കപ്പ്. ഞാൻ കുറച്ച് ഫ്രണ്ടിന് കാണിച്ചുതരാം. ശരിക്കും ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ പിഗ്മെന്റേഷൻ ഒക്കെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോ എനിക്ക് വളരെ വൃത്തിക്ക് ചെയ്യാൻ പറ്റും. ഇത് നിർത്താനുള്ള തീരുമാനമൊന്നുമില്ലേ? അല്ല, ഇതിപ്പോ എന്താന്ന് വെച്ചാല് ഞാൻ ഫസ്റ്റ് ചെയ്യല്ലേ. സത്യത്തിൽ ഞാൻ വിചാരിച്ച അത്രക്ക് വൃത്തികേടായിട്ടില്ല, കാരണം കാക്കു കുറേ സാധനമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ആദ്യത്തെ കാര്യം. പിന്നെ കാക്കു വളരെ മിനിമൽ മേക്കപ്പ് ആയതുകൊണ്ട് കൺമശി എഴുതുന്നതിൽ കാക്കു കുറച്ചും കൂടി പഠിക്കാനുണ്ട്. കൺമശി മാത്രമാണ് കുറച്ച് അലമ്പായത്. ഇവിടെ കുറച്ച് സാധനം, പക്ഷെ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചില്ലാലും ബെറ്ററാണ്. ഗുഡ് ജോബ്. അപ്പോൾ ഈ മേക്കപ്പിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, കാക്കു 2 കിലോമീറ്റർ അപ്പുറം പോയിക്കണമെന്നിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതുപോലെയുള്ള കാക്കുവിൻ്റെ വെറൈറ്റി വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ കാക്കുന് എന്തെങ്കിലും പറയണ്ടോ മേക്കപ്പ്? ഇതിപ്പോ വലിയൊരു സംഭവം ഒന്നല്ല, ആനക്കാരൊന്നല്ല, ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നില്ല. ഇപ്പൊ ഞാൻ വളരെ ഈസി ആയിട്ട് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് ഈ ഇത്രയും മേക്കപ്പുകൾ ഇതൊക്കെ നമ്മൾ ഇട്ടാണ്ട് ശീലമായി കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ ചെയ്യേണ്ടതെന്നില്ല ഇവർക്കൊരു വ്യക്തമായിട്ടുള്ള ആയിട്ടുണ്ടാവും, നമുക്ക് ഉണ്ടാവില്ല. കാരണം ഞാൻ അത്രയും കാലമായിട്ട് പൗഡറില്ലാതെ ഒന്നും ഞാൻ ഇതാക്കിയിട്ടില്ല. അപ്പോൾ നമ്മളിതിനെ കുറിച്ച് ഒന്ന് കൂടുതലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും ഈസി ആയിട്ട് മേക്കപ്പ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു പുറത്തുള്ള ഒരാൾ മേക്കപ്പ് ചെയ്ത് കൊടുത്താലായിരിക്കും നമ്മൾ സെൽഫായിട്ട് ചെയ്യണില്ല ഒന്നുകൂടെ വൃത്തി. അതെ അതെ. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നുകൂടെ വൃത്തിക്ക് ഇടാൻ വേണ്ടിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ. പിന്നെ ആർക്കെങ്കിലും ഇതുപോലെ മേക്കപ്പ് എന്തെങ്കിലും ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ. നാട്ടിൽ വരുമ്പോ, ഇവിടെ വരുമ്പോ എന്തായാലും ഇവിടെ ആരും ഉണ്ടാവില്ല കാക്കൂന്. നാട്ടിൽ വരുമ്പോ എന്തായാലും ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാം. കാക്കു വീട്ടിൽ ചെന്ന് മേക്കപ്പ് ഇട്ട് കൊടുക്കും. എന്റെ നമ്പർ ഇവിടെ താഴെ എഴുതിക്കണം കേട്ടോ. ഓക്കെ. ഇപ്പൊ ഈ മേക്കപ്പ് ഇടുന്ന പെൺകുട്ടികള്, ഇപ്പോ ഞാനൊക്കെ ഒരു സമയത്ത് അങ്ങനെ മേക്കപ്പ് ഇടുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ നമുക്ക് തോന്നാം എന്താ ഇത്ര തോന്നെ മേക്കപ്പ് ഇട്ടിക്കണം, ഇത്രയൊക്കെ മേക്കപ്പ് ഇട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും, കാരണം ഇവര് മേക്കപ്പും കാര്യങ്ങളും കാണുമ്പോൾ. പക്ഷെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ ഇപ്പോൾ, കാരണം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മേക്കപ്പ് ഇടണവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഇവരൊരു ഇഷ്ടമാണ്. ഇതിങ്ങനെ പിന്നെ കുറെ മേക്കപ്പ് ഇട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഇതുപോലെ മേക്കപ്പ് ഇട്ട് ഹെൽപ്പ് ചെയ്യുക, ഇത്രയൊക്കെ നമ്മൾ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.
അതെനിക്കിഷ്ടമായി. കാക്കു നല്ലൊരു പോയിന്റ് ചെയ്യുന്നു. അതെ അതെ. ഈ പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ വീഡിയോ നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്ന പെൺകുട്ടികൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അതൊക്കെ അല്ല അത് ജസ്റ്റ് ഒരു ചില പെൺകുട്ടികൾക്ക് മേക്കപ്പ് ഇട്ട് ഇഷ്ടാക്കണം, ചില പെൺകുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ഇഷ്ടമുള്ള ആളുകൾ ഇട്ട് നടക്കട്ടെ, അത് ബോറാക്കാതെ മതി. കഴിഞ്ഞു. ഇത് കാക്കുവിന്റെ വളരെയധികം വിലപ്പെട്ട സമയവും വളരെ വിലപ്പെട്ട വാക്കുകൾ തന്ന് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെ സന്തോഷിപ്പിച്ചതിന് ഒരുപാടധികം സന്തോഷം. സോ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി വീഡിയോ ഓഫ് ആക്കിയിട്ട് ഇനി എന്തെങ്കിലും പറയണമെന്ന് പറയരുത്. സോ ബൈ ഗൈസ്, ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ. മേക്കപ്പിന്റെ ക്ലോസ് ലുക്ക് കാണിച്ചിടാം.